ഹായ് എല്ലാവർക്കും HUV's അക്കാഡമിയുടെ ഒപ്റ്റോമെട്രി പ്രോമെട്രി ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ലൈറ്റ്. ലൈറ്റ് ഇസ് എ സോഴ്സ് ഓഫ് എനർജി. എല്ലാവർക്കും അറിയാം. അതിൽ കൂടുതൽ എന്താ ഉള്ളത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചുറ്റും ലൈറ്റുകളുണ്ട് അല്ലേ. ഈവൻ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. അത് കൂടാതെ പലതരം അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സസ് ഉണ്ട്. ലൈക്ക് കാൻഡിൽ, ദെൻ ഫയർ, ബൾബ്, ട്യൂബ്, ടോർച്ച്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് ഡേ ടൈമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡാർക്ക് റൂമിൽ അല്ലെങ്കിൽ നൈറ്റിലൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് സോഴ്സസ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് സോഴ്സസ് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. നാച്ചുറൽ സോഴ്സ് ആൻഡ് മാൻമെയ്ഡ് സോഴ്സസ്. ദാറ്റ് ഈസ് നാച്ചുറൽ സോഴ്സ് എന്ന് പറയുമ്പോൾ സൺലൈറ്റ്. ആർട്ടിഫിഷ്യൽ സോഴ്സസ് അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തുള്ള കാൻഡിൽ, ടോർച്ച് എല്ലാം പെടും. ദെൻ വാട്ട് ഈസ് ലൈറ്റ്? ലൈറ്റ് നമുക്കൊരു സോഴ്സ് ഓഫ് എനർജിയിൽ ഒതുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ് ലൈറ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ വിസിബിൾ മീൻസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു പാർട്ടാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 to 700 നാനോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ലൈറ്റ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു റൂം ഡാർക്ക് ആണെന്ന് വിചാരിക്കാം. ഇവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ ഇവിടെ എവിടെയാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് എന്താണ്, അതിന്റെ കളർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇല്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാരീസ് ഇൻഫോർമേഷൻ ടു അവർ ഐസ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് എവിടെയാണ്, അതിന്റെ കളർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വിസിബിൾ ലൈറ്റ്. നമുക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കാൻഡിൽ, ടോർച്ച് ഒക്കെ പറയുന്നത് അതിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നതാണ്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു കോമ്പണന്റ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദിസ് ഓൾ കോമ്പണന്റ്സ്: ഗാമ റേസ്, എക്സ് റേസ്, UV റേസ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ആൻഡ് റേഡിയോ. ഇത്രയും കോമ്പണന്റ്സ് അടങ്ങിയതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദിസ് ഇസ് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് കമ്പയർഡ് ടു ഗാമ റേസ്, റേഡിയോ വേവ്സിന് വേവ് ലെങ്ത് കൂടുതലാണ്. വാട്ട് ഈസ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കണ്ടിന്യൂ ചെയ്തോടെ. വേവ് ലെങ്ത്, വാട്ട് ഈസ് വേവ് ലെങ്ത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഈസ് എ ലൈക്ക് എ വേവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് ഇതിന്റെ മാക്സിമ എന്ന് പറയുന്നതാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. മിനിമ ഇസ് ട്രഫ്. രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് പോലെയാണ്. ആൻഡ് കീപ് വൺ പോയിന്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് വേവ് ലെങ്ത് കൂടുക എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീക്വൻസി കുറയാണ്. അത് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ ഞാനൊരു കാര്യമില്ല. നമ്മൾ വല്ലാതെ എനർജറ്റിക് ആയിട്ട് ദേഷ്യം പിടിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ എനർജി ലെവൽ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പേപ്പറോ പെന്നോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ കുത്തി വരയ്ക്കും അല്ലെ അതിന്റെ മുകളിൽ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഫ്രീക്വൻസി ഈസ് ഹൈ ബട്ട് വേവ് ലെങ്ത് ഈസ് ലെസ്. ഓക്കെ, വേവ് ലെങ്ത് കുറവാണ് പക്ഷെ ഫ്രീക്വൻസി എന്താണ്? കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈം. ഇനി നേരെ തിരിച്ച് ചിന്തിക്കാം. നമ്മളൊരു ലേസി മൂഡിലിരിക്കുകയാണ്, നമുക്ക് ഒരു പെന്നും പേപ്പർ ആ സമയം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടൈമിൽ ഒരു പെന്നും പേപ്പറും കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ലൈക്ക് ഒരു സ്ലോ മോഷനിലായിരിക്കും. അത് മീൻസ് ഇവിടെ വേവ് ലെങ്ത് കൂടുതലാണ് ആൻഡ് ദെയർ എനർജി ഈസ് ലെസ്. അതാണ് സിമ്പിൾ ആയിട്ട്. അതായത് വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ റേസിന്റെ എനർജി എന്താവും? കുറയും. വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കൂടും, അതോടൊപ്പം തന്നെ ഇതിന്റെ എനർജിയും എന്താവും? കൂടും. ദാറ്റ് മീൻസ് ഗാമ റേസ് ഇസ് മോർ എനർജറ്റിക് ദാൻ റേഡിയോ വേവ്സ്. ഈ ഭാഗത്തുള്ള റേസിനെക്കാട്ടിലും ഇങ്ങോട്ട് വരുമ്പോൾ ഈ റേസിനെയാണ് മോർ എനർജറ്റിക് റേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ ബോഡി ടിഷ്യൂസിൽ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള റേസ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇറ്റ് കോസ് ഡാമേജസ് ദാൻ
ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള റേസിനെക്കാട്ടിലും ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള റേസ് ബോഡിയിൽ ഡാമേജസ് ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ എക്സറേസ് ഒക്കെ അധികം റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ബട്ട് ചെയ്യുമ്പോൾ നമ്മൾ അധികം അബ്സോർപ്ഷൻ കൂടുതൽ നടക്കുന്നതനുസരിച്ച് ബോഡി ടിഷ്യൂസിന് ഡാമേജ് ചെയ്യാനുള്ള ചാൻസസ് ഇസ് മോർ കമ്പയർഡ് ടു ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള റേസ്. അടുത്തത് നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഫസ്റ്റ് ലൈറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഐസക് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഹിം ദാറ്റ് ലൈറ്റ് ഇസ് എ പാർട്ടിക്കിൾ ഇൻ നാച്ചർ. അതായത് അദ്ദേഹത്തിന്റെ കോർപ്പസ്കുലർ തിയറി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ലൈറ്റ് സോഴ്സ് നിന്ന് വരുന്ന പാർട്ടിക്കിളിന് അതിൽ ഒരു പാർട്ടിക്കിൾ ഇറ്റ് ഈസ് എമിറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് corpuscles. That is corpuscular theory. Just നമ്മൾ റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. So first Isaac Newton ആണ് he says that light is a particle in nature. പക്ഷേ ഇതിന്റെ പാരലൽ ആയിട്ട് ഹൈഗൻസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് he told that ലൈറ്റ് പാർട്ടിക്കിൾ അല്ല, അതിനൊരു വേവ് നാച്ചർ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് ഹൈഗൻസ് ആണ്. അതായത് ന്യൂട്ടന്റെ കോർപ്പസ്കുലർ തിയറിക്ക് പാരലൽ ആയിട്ട് ഹൈഗൻസും തിയറി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൂഫ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും ഐസക് ന്യൂട്ടന്റെ തിയറിയിൽ തന്നെ നിന്നു. ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ ഇൻ നാച്ചർ എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എക്സിസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ അതിന് ശേഷം തോമസ് യങ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ കൂടെ അദ്ദേഹം പറഞ്ഞു ഹൈഗൻസ് പറഞ്ഞത് കറക്റ്റ് ആണ്. ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് വേവ് ഇൻ നാച്ചർ ആയിട്ടുള്ളൊരു അതിലാണ് നമ്മുടെ ഇന്റർഫെറൻസ്, പോളറൈസേഷൻ പോലെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ അയൺസ്റ്റീനും he also says that it is particle in nature എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ലൈറ്റ് ഹിസ്റ്ററിയിൽ വരുന്നത്. ലാസ്റ്റ് ഇതിന്റെയൊക്കെ കോൺട്രവേഴ്സീസ് ഒക്കെ എൻഡ് ചെയ്ത് മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ലൈറ്റിന് വേവ് നാച്ചറും അതോടൊപ്പം തന്നെ പാർട്ടിക്കിൾ നാച്ചറും ഉണ്ട് എന്ന് പറഞ്ഞത് മാക്സ്വെൽ ആണ്. ആൻഡ് ഹി ടോൾഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്യുവൽ നാച്ചർ ഉള്ളൊരു സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ലൈറ്റ് എന്ന് പറഞ്ഞത് ലാസ്റ്റ് മാക്സ്വെൽ ആണ്. സോ ദിസ് ഇസ് ജസ്റ്റ് ആൻ റിവിഷൻ ഓഫ് ദിസ് ഹിസ്റ്ററി. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഓപ്റ്റിക്സിലേക്കാണ് പോകുന്നത്. ഓപ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഓപ്റ്റിക്സ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് റേ ഓപ്റ്റിക്, ദാറ്റ് ഇസ് geometric optics. Second is wave optics, and third is quantum optics. ഇങ്ങനെ മൂന്ന് ഡിവിഷൻ ആയിട്ടാണ് ഓപ്റ്റിക്സ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കേട്ട ഹിസ്റ്ററി വെച്ചിട്ട് തന്നെയാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. റേ ഓപ്റ്റിക്സിലാണ് നമ്മുടെ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റേ ഓപ്റ്റിക്സിൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അതായത് ലൈറ്റ് ട്രാവൽസ് ഇൻ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ ന്യൂട്ടന്റെ കോർപ്പസ്കുലർ തിയറി. അതായത് ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ പാസ് ചെയ്യുന്നതാണ്. അക്കോർഡിംഗ് ടു ദാറ്റ് റേ ഓപ്റ്റിക്സിൽ നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കുന്നത്, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. ദെൻ വേവ് ഓപ്റ്റിക്സിലാണ് നമ്മൾ നേരത്തെ യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ കൂടെ തോമസ് യങ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇന്റർഫെറൻസ്, പോളറൈസേഷൻ, okay, diffraction is explained in wave optics. Then last, according to Maxwell, dual nature ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞത്. And according to that നമ്മൾ അതിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, scattering, this all is discussed in this under quantum optics. ഇങ്ങനെ മൂന്ന് ഡിവിഷൻ ആണ് മെയിൻലി വരുന്നത്. റേ ഓപ്റ്റിക്സ്, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജോമെട്രിക് ഓപ്റ്റിക്സ്, ദെൻ വേവ് ഓപ്റ്റിക്സ്, ദെൻ ക്വാണ്ടം ഓപ്റ്റിക്സ്. അപ്പോൾ ഇതിൽ മൂന്ന് നമുക്കൊന്ന് ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വി ടോക്ക് അബൌട്ട്
reflection. So what is reflection? Reflection means when an ray incident on a surface. അതായത് surface എന്ന് പറയുമ്പോൾ surface must be plain and it is smooth surface ആയിരിക്കണം. ഒരു സ്മൂത്ത് സർഫസിൽ അല്ലെങ്കിൽ ഒരു പോളിഷ്ഡ് സർഫസ്, നമുക്കൊരു മിറർ തന്നെ എടുക്കാം. മിറർ എന്ന് പറയുന്നത് പോളിഷ് സർഫസ് ആണ്. ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർഫസ് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഗെറ്റ് റിഫ്ലക്ട്. അപ്പോൾ അങ്ങനെ ഒരു പോളിഷ്ഡ് സർഫസിൽ ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് it get reflected back or bounce back to the same medium. ഇതിനാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിനാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. സോ when the light rays coming from ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഒരു സർഫസിൽ, that is a plain surface which is a polished surface, ഇൻസിഡന്റ് ചെയ്തു കഴിഞ്ഞാൽ it get reflected back to the same medium and this is normal which is perpendicular to the medium. And this is angle of incident. Angle of incident എന്ന് പറഞ്ഞാൽ നോർമലി ഇൻസിഡന്റ് റേന്റെയും ഇടയിൽ വരുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആൻഡ് നോർമലി റിഫ്ലക്റ്റഡ് റേന്റെയും ഇടയിൽ വരുന്നതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദിസ് ഇസ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷന് രണ്ട് ലോസ് ആണുള്ളത്. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ lie in a same plane. This is the first law. And the second law says that angle of incident is equal to angle of reflection. That means ഇപ്പോൾ ഒരു ലൈറ്റ് റേ നമ്മുടെ ഒരു സർഫസിൽ ഇൻസിഡന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യുന്നതും നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും. ഇപ്പൊ ഇൻസിഡന്റ് ലൈറ്റ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത്ര തന്നെ റിഫ്ലക്റ്റഡ് ലൈറ്റും വരും. മീൻസ് ദിസ് ഈ ഒരു ലോ അവിടെ വരുന്നുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇങ്ങനെ രണ്ട് ലോ ആണ് നമ്മുടെ റിഫ്ലക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഈ റിഫ്ലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതൊരു പ്ലെയിൻ പോളിഷ്ഡ് സർഫസിലാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ലോയും ഒബേ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോളിഷ്ഡ് സർഫസ് ആണെന്ന് വിചാരിക്കുക. പോളിഷ് സർഫസിൽ ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ടു ദ സെയിം മീഡിയം എന്ന് പറയും. ദാറ്റ് ഇസ് റിഫ്ലക്ഷൻ. പക്ഷെ അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത് പാരലൽ തന്നെ ആയിരിക്കും ഇഫ് ദ സർഫസ് ഇസ് പോളിഷ്. നമ്മുടെ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ സർഫസ് പോളിഷ്ഡ് ആണെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് റേസും എങ്ങനെയാണോ ഇൻസിഡന്റ് റേസ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും അത് റിഫ്ലക്ട് ചെയ്യാം. ഇഫ് ദ സർഫസ് ഇതേപോലെ ഇറഗുലർ ആണെന്ന് വിചാരിക്കാം. അങ്ങനത്തെ സർഫസിൽ കുറച്ച് പാരലൽ റേസ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത് അത് പാരലൽ ആയിരിക്കില്ല, ഡിഫ്യൂസ് ആയിരിക്കും, പല ഡിറക്ഷനിലേക്ക് ആയിരിക്കും അതിന്റെ റിഫ്ലക്ഷൻ വരിക. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെ പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് റേസിനെയാണ് നമ്മൾ സ്പെക്യുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് ഡിഫ്യൂസ് മീൻസ് ഇതേപോലെ ഇറഗുലർ ആയിട്ടുള്ള സർഫസിലാണ് ഇൻസിഡന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന റിഫ്ലക്ഷനെയാണ് നമ്മൾ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. These are two types of reflection. So reflection means when the light rays incident on a polished surface or a smooth surface, the light rays reflect back or bounce back to the same medium. രണ്ട് laws ആണ് വരുന്നത്. First one is incident ray and reflected ray normal all lie in the same plane. Second law says that the angle of incident is equal to the angle of reflection. And there are two types of reflection. ഒന്ന് specular reflection, രണ്ട് diffuse reflection. ഈ രണ്ട് types ആണ് വരുന്നത്. Okay, next we discuss about refraction. Refraction എന്ന് പറഞ്ഞാൽ when the light rays incident on a surface, അല്ലെങ്കിൽ when light rays incident on a surface, it change the light rays path. അതിന്റെ path അല്ലെങ്കിൽ അതിന്റെ direction ചേഞ്ച് വരുന്നതിനാണ് when it travels from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഡിറക്ഷനിൽ ലൈറ്റ് റേസിന്റെ ഡിറക്ഷനിൽ വരുന്ന ചേഞ്ചിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, this is air and this is glass. രണ്ടും രണ്ട് മീഡിയമാണ്. When the light rays travel from one medium to another medium, it changes the direction of the light rays. ഇവിടെ നമ്മൾ നോർമൽ എന്ന് പറയുന്നത് മീഡിയത്തിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ്. ഇവിടുന്ന് ഒരു ഇൻസിഡന്റ് റേ എയറിനൊരു റേ ഒരു സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ് റിഫ്രാക്റ്റഡ് മീൻസ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീഡിയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് റിഫ്രാക്ട് ചെയ്യുന്നു. ദിസ് ഇസ് ഇൻസിഡന്റ് റേ ആൻഡ് ദിസ് O.
ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, അതായത് സർഫസിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അത് ഈ മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് റിഫ്രാക്റ്റഡ് ടുവേർഡ്സ് ദി നോർമൽ. വൈ ഇറ്റ് ഈസ് റിഫ്രാക്റ്റഡ് ടുവേർഡ്സ് ദ നോർമൽ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എയർ ആൻഡ് ഗ്ലാസ് ഹാവ് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലൈറ്റ് റേ എത്ര ഫാസ്റ്റ് ആയിട്ടാണോ ഒരു മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുന്നത്, രണ്ടും രണ്ട് മീഡിയമാണ്. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ആൻഡ് ഗ്ലാസ് 1.5, അതായത് രണ്ടിനും രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഒരു ലൈറ്റ് റേ when it travels from one medium to another it bend towards the normal when, അതായത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ലൈറ്റ് റേസ് നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ബിക്കോസ് ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഡെൻസ് ആണ് കമ്പയർ ടു എയർ. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. when the refractive index is more the speed of light is low. അതായത് അതുകൊണ്ടാണ് ഈ റിഫ്രാക്ട് ചെയ്യുന്ന ഡെൻസർ മീഡിയത്തിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേസ് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി നോർമൽ. ഇനി ഇത് away from the normal ആവും when. ഈ ഒരു ഫിഗറിൽ നമ്മളൊരു ഗ്ലാസ് സ്ലാബ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇൻസിഡന്റ് ചെയ്യുന്നു, അവിടുന്ന് ലൈറ്റ് വേറെ മീഡിയത്തിലേക്ക് കടന്നു പോയപ്പോൾ അത് ടുവേർഡ്സ് ദ നോർമൽ അത് റിഫ്രാക്ട് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇവിടെ റെയറർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയമാണ്. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നോർമലിന്റെ അടുത്തേക്കായിട്ടാണ് വരുന്നത്. വീണ്ടും ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ഇത് പുറത്തേക്ക് വരുന്നത്. ദാറ്റ് മീൻസ് ഗ്ലാസ് സ്ലാബിൽ കൂടെ എയറിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേസ് ഇറ്റ് റിഫ്രാക്ട് ടു ദ മീൻസ് മീഡിയം മാറാണ്. ദിസ് ഇസ് ഡെൻസർ മീഡിയം, ദിസ് ഇസ് റെയറർ മീഡിയം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലൈറ്റ് റേസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറി. ദാറ്റ് മീൻസ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടി ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടി. അപ്പോൾ അത് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? എവേ ഫ്രം ദ നോർമൽ. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് നോർമൽ ആണ്. ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആൻഡ് നോർമൽ ആൻഡ് റിഫ്രാക്റ്റഡ് ആംഗിൾ തമ്മിൽ ഉണ്ടാക്കുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ദിസ് ഇസ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. നമ്മൾ ഇപ്പൊ ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു സ്ട്രോ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇറ്റ് ബെൻഡ്സ്. ബിക്കോസ് ഇവിടെ രണ്ട് മീഡിയമാണ്, ഒന്ന് എയർ ആണ്, ഒന്ന് ഗ്ലാസ് ആണ്. ഇതേപോലെ നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു ഒബ്സർവർ നിൽക്കുന്നത് എയറിലായിരിക്കും, നമ്മൾ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഡെപ്ത് അധികം ഫീൽ ചെയ്യില്ല. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ. നമ്മുടെ അവിടുന്ന് വരുന്ന ലൈറ്റ് റേസ് ഇറ്റ് ബെൻഡ്സ്, അതായത് വേറൊരു മീഡിയത്തിലേക്ക് വാട്ടർ എന്ന് പറഞ്ഞ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അത് ബെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഒരു വെള്ളത്തിലൊരു ഫിഷിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പൊസിഷനിൽ തോന്നും. ആക്ച്വലി അതിനൊരു പൊസിഷൻ ഉണ്ടാവും, ബട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് നമ്മുടെ അടുത്തേക്കാണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് അപ്പാരന്റ് പൊസിഷൻ. ബട്ട് അതല്ല ശരിക്കും ഒരു ഫിഷിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ദിസ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് refraction. When the light travels from one medium to another medium it get refracted, അല്ലെങ്കിൽ it change the direction of the path of the light. So next we are discussing about laws of refraction. Okay, രണ്ട് laws ആണ് refraction മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, first law says that incident ray and refracted ray are opposite to the normal. നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു, ഇവിടെ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ആംഗിൾ മീൻസ് റിഫ്രാക്റ്റഡ് റേ, ഇൻസിഡന്റ് റേ എന്ന് പറയുന്നതും റിഫ്രാക്റ്റഡ് റേ എന്നും പറയുന്നതും ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ദെൻ ബട്ട് ദിസ് ഓൾ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ഇൻ ദ സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിലാണുള്ളത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ സേസ് ദാറ്റ് the ratio of sine of the angle of incident to the sine of angle of refraction is constant. The ratio of sine of angle of incident to the sine of angle of refraction is constant. That constant is known as refractive index. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. Suppose
സപ്പോസ് നമ്മൾ ഒരു ദിസ് ഇസ് നോർമൽ ഒരു ആംഗിളിൽ ലൈറ്റ് റേസ് ഇൻസിഡൻസ് ചെയ്യാമെന്ന് വിചാരിക്കാം ആൻഡ് ഇറ്റ് റിഫ്രാക്ട് അല്ലേ വേറൊരു മീഡിയത്തിന്. ദിസ് ഇസ് റെയറർ മീഡിയം ആൻഡ് ദിസ് ഇസ് ഡെൻസർ മീഡിയം. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇവിടെ രണ്ട് ആംഗിൾസ് കിട്ടുന്നുണ്ട്. ഇനി വേറൊരു കേസ്, ദിസ് ഇസ് കേസ് 1 ആൻഡ് സപ്പോസ് ദിസ് ഇസ് കേസ് 2. ഇത് നോർമൽ ആണ്, വേറെ ആംഗിൾ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ നമുക്ക് ആംഗിൾ കൂട്ടാം. സപ്പോസ് ദിസ് ഇസ് ഇൻസിഡന്റ് റേ and this is refracted ray and we can take as I1 R1. ഇവിടെ നമ്മൾ സെക്കൻഡ് ലോ, that is Snell's law of refraction. Snell's law of refraction says that the ratio of sine to the angle of incident is equal to, or okay, Snell's law of refraction says that the ratio of the sine to the angle of incident to the sine of the angle of refraction is constant. That means n ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സ്നെൽസ് ലോയിൽ പറയുന്നത് ഇപ്പോൾ സപ്പോസ് രണ്ട് കേസ് എടുത്തിട്ടുണ്ട്, കേസ് 1 കേസ് 2. ദാറ്റ് മീൻസ് സൈൻ ഐ ബൈ സൈൻ ആർ is equal to sin I1 by sin R1. That is equal to n. നമ്മുടെ മീഡിയം ചേഞ്ച് ചെയ്യാത്തോടത്തോളം, ദാറ്റ് ഈസ് റെയറർ ഡെൻസർ, ഈ രണ്ട് മീഡിയം ചേഞ്ച് ചെയ്യാത്തോടത്തോളം sin I by sin R means in this condition and this condition ratio will be constant, that is refractive index. And ഇങ്ങനെയാണ് നമ്മൾ Snell's law of refraction പറയുന്നത്. The angle of the ratio of sine of the angle of incident to the sine of the angle of refraction is constant. So next we talk about total internal reflection. Total internal reflection എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ്റെ അതേ ഫിനോമിനൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഡെൻസർ മീഡിയം ആണ്, ദിസ് ഇസ് റെയറർ മീഡിയം. കാരണം ഇതൊരു ഗ്ലാസ് ആണ് വിചാരിക്കാം. ആൻഡ് ദിസ് ഇസ് എയർ, മീൻസ് ദിസ് വിൽ ബി ഡെൻസർ ദാൻ എയർ. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് നോർമലി പോകുമ്പോൾ ലൈറ്റ് റേസ് പോകുമ്പോൾ വാട്ട് ഹാപ്പൻ? റിഫ്രാക്ഷൻ അല്ലേ. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ദാറ്റ് ഇസ് റിഫ്രാക്റ്റഡ്. ഇവിടെ കാണാം ലൈറ്റ് റേസ് പോകുന്നു, നോർമലി ഇൻസിഡന്റ് ചെയ്യുന്നു, ഇറ്റ് ഈസ് റിഫ്രാക്റ്റഡ് അവേ ഫ്രം ദ നോർമൽ ബിക്കോസ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിലേക്കാണ് പാസ് ചെയ്യുന്നത് ലൈറ്റ് റേസ്. ആൻഡ് ദിസ് ഇസ് വൺ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് to the angle of refraction is 90 degree. അതായത് 90 ഡിഗ്രിക്ക് ഈക്വൽ ആവും. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചപ്പോൾ ഒരു ആംഗിളിൽ വന്നു, ദാറ്റ് ഈസ് നോർമൽ റിഫ്രാക്ഷൻ. പക്ഷെ ചില കേസസിൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കറസ്പോണ്ട്സ് ടു 90 ഡിഗ്രി. ദിസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. Okay, when the light rays pass from one medium to optically denser medium to optically rarer medium, the angle of incident corresponds to angle of refraction is 90 degree. That is called critical angle. This critical angle on one case. Third case is that in some condition the light rays when traveling from optically denser medium to optically rarer medium, the angle of incident is greater than 90 degree. അതായത് നമ്മൾ ക്രിറ്റിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആണ് റിഫ്രാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം. ദാറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. റിഫ്രാക്ഷന്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്നിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when it travels from optically denser medium to rarer medium, this angle is greater than 90. അതായത് greater than critical ആംഗിളിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ that ray get reflected back to the medium. അതുകൊണ്ടാണ് ഇതിനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മുടെ ഒപ്റ്റോമെട്രി ഫീൽഡിൽ വരുന്ന കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോണിയോസ്കോപ്പ്.
ഗോണിയോസ്കോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്, നമ്മുടെ ആന്റീരിയർ ചേംബർ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗോണിയോസ്കോപ്പ്. ഇതിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഫിനോമിനൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ IOP നോക്കുന്ന അപ്ലനേഷൻ ടോണോമീറ്റർ, ദെൻ ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈബർ ഓപ്റ്റിക്സ് ലൈക്ക് ഇതേപോലെയുള്ള ഒരു കേബിൾ ഉണ്ട്. ഇതിൽ നമുക്ക് ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദിസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതൊക്കെയാണ് സാധാരണ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇന്റർഫറൻസ് എന്താണെന്ന് നോക്കാം. Here it is the definition. It is the phenomenon of redistribution of light energy in a medium when light waves from two coherent sources superimpose with each other. നമ്മൾ നേരത്തെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞു തോമസ് യങ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ കൂടെ he explained that ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് നാച്ചർ ഉണ്ട് എന്നുള്ളത്. അതിലാണ് നമ്മൾ ഇന്റർഫറൻസ് പോലെയുള്ള പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് പാർട്ട് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ എ മീഡിയം വെൻ ദ ലൈറ്റ് വേവ്സ് ഫ്രം ടു കോഹറന്റ് സോഴ്സ് സൂപ്പർഇംപോസ് വിത്ത് ഈച്ച് അതർ. ഇവിടെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്, ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. ഈ രണ്ട് സ്ലിറ്റിൽ കൂടെ കടന്നു വരുന്ന ലൈറ്റ് വേവ്സ് it gets superimposed to each other. രണ്ട് വേവ്സും കൂടെ സൂപ്പറിംപോസ് ചെയ്യും. എപ്പോഴാണ് അത് കോഹറന്റ് സോഴ്സ് നിന്ന് വരുന്ന ലൈറ്റ് റേസ് ആണെങ്കിൽ. കോഹറന്റ് സോഴ്സ്, വാട്ട് ഈസ് കോഹറന്റ് സോഴ്സ്? വാട്ട് ഈസ് കോഹറന്റ് സോഴ്സ്? കോഹറന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം വേവ് ലെങ്തിലുള്ള ലൈറ്റുകൾ, അതോടൊപ്പം തന്നെ വാട്ട് ഈസ് കോഹറന്റ് സോഴ്സ്? കോഹറന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേവ്സിന്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഫേസ് ഡിഫറൻസ് സെയിം ആയിരിക്കണം. If the phase difference is same and two waves have same frequency, then that source is called coherent source. ഇങ്ങനെ രണ്ട് coherent source നിന്ന് വരുന്ന light waves it gets superimposed with each other. അങ്ങനെ superimpose ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു സ്ക്രീനിൽ ഫ്രിഞ്ചസ് ആയിട്ട് കിട്ടും. മീൻസ് bright and dark fringes. രണ്ട് വേവ്സ് ഇങ്ങനെ സൂപ്പറിംപോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമയും മിനിമയും കൂടെ നമുക്കറിയാം. ഒരു വേവ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് മാക്സിമം ആൻഡ് ദിസ് ഇസ് മിനിമം. ഇങ്ങനെ രണ്ട് വേവ് കോഹറന്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ഫ്രീക്വൻസിയിലും അതേപോലെ ഫേസ് ഡിഫറൻസും സെയിം ഉള്ള ലൈറ്റ് സോഴ്സസിനെയാണ് നമ്മൾ കോഹറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് വേവ്സ് നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഇറ്റ് ഫോം എ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ഇൻ എ സ്ക്രീൻ. മാക്സിമം ഇന്റൻസിറ്റി ഉള്ളതാണെങ്കിൽ, ഇന്റൻസിറ്റി കൂടിയത് നമ്മൾ പറഞ്ഞു മാക്സിമം മിനിമം. മാക്സിമം ഇന്റൻസിറ്റി ഉള്ളത് ഫോം ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആൻഡ് മിനിമം ഇന്റൻസിറ്റി എന്താണ് തരുന്നത്? ഡാർക്ക് ഫ്രിഞ്ചസ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ screening when coming from two coherent source it form a alternate dark and bright fringes. Interference ന് രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് this is constructive interference and this is destructive interference. What is constructive and what is destructive? When the waves, ഇത് ഇപ്പോൾ ഒരു വേവ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് വേവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. when the waves superimpose in such a way that രണ്ടിന്റെ മാക്സിമ രണ്ടിന്റെ മിനിമം തമ്മിൽ കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് അത് വേവ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the resultant wave will be larger intensity, അല്ലെങ്കിൽ രണ്ടിന്റെയും സം ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഇവിടെ ഇതിന്റെ മാക്സിമം അതേപോലെ മിനിമം തമ്മിലാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. സോ ദ റിസൾട്ടന്റ് ഇന്റൻസിറ്റി വിൽ ബി ദ ഗ്രേറ്റർ വൺ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ മാക്സിമം ഒന്നിന്റെ മിനിമം ആണ് രണ്ടും തമ്മിൽ കറസ്പോണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ദ റിസൾട്ടന്റ് വേവ് വിൽ ബി സം ചെയ്ത് കഴിഞ്ഞാൽ ലെസ്സർ ഇന്റൻസിറ്റി ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. നമ്മുടെ ഐയിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നുണ്ട്. കോർണിയയിൽ 6 ലെയേഴ്സ് ആണുള്ളത്. അതിൽ തന്നെ സ്ട്രോമയിലുള്ള കൊളാജൻ ഫൈബേഴ്സ്
കൊളാജൻ ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല സ്പേസ്ഡ് ആയിട്ട് ഫൈൻ ആയിട്ട് യൂണിഫോംലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ട്രാൻസ്പാരന്റ് മീഡിയം അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ലൈറ്റ് റേസ് ഒരു ട്രാൻസ്പാരന്റ് മീഡിയത്തിൽ കൂടെ കടന്നു പോകുമ്പോഴേ അത് റിഫ്രാക്ഷൻ ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നമ്മുടെ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ട്രോമയിൽ കൊളാജൻ ഫൈബേഴ്സിൽ എപ്പോഴെങ്കിലും ഈ ഒരു സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് വെൻ ദ ലൈറ്റ് റേസ് ഇൻസിഡന്റ് ഓൺ ദാറ്റ് കോർണിയ, ചില സമയത്ത് ലൈറ്റ് റേസ് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ടാവാറുണ്ട്. അറ്റ് ദാറ്റ് മൊമെന്റ് ബിക്കോസ് ഓഫ് ദിസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നതിലും എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. സോ ദിസ് ആർ ദ ടു ടൈപ്സ് ഓഫ് interference. One is constructive and other is destructive. Okay. Next property is diffraction. Diffraction means when the light rays travel through a opening or aperture. Or aperture il kude light rays kadanu poguna samayathe it bend towards the, you can see here, it light rays endeyum bend cheyum. അതായത് ഒരു കോർണർ, സപ്പോസ് ഒരു സോഴ്സ് ഓഫ് ലൈറ്റിന് ലൈറ്റ് റേസ് വരാമെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചിട്ടുണ്ട് ആൻഡ് ഹിയർ ഒരു സ്ക്രീനും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഒബ്സ്റ്റക്കിൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിൽ കൂടെ ലൈറ്റ് റേസ് കടന്നു പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ലൈറ്റ് റേസ് ഗെറ്റ് ബെൻഡ്. ഈ ബെൻഡിങ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so bending of light along the edges of the obstacle is called diffraction. ഡിഫ്രാക്ഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പോൾ ഒരു സ്ലിറ്റിൽ കൂടിയാണ് ലൈറ്റ് റേസ് കടന്നു പോകുന്നതെന്ന് വിചാരിക്കാം. when the light source ഇവിടെ ഉണ്ട്, സ്ലിറ്റിൽ കൂടിയാണ് ലൈറ്റ് റേസ് കടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ ബെൻഡിങ് അലോങ് ദ അല്ലെങ്കിൽ കോർണറിന്റെ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒബ്സ്റ്റക്കിളിന്റെ എഡ്ജസിൽ ലൈറ്റ് റേസ് ബെൻഡ് ചെയ്യുന്നു. അങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്രീനിൽ ഇതേപോലെ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ്, ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത് ലീനിയർ, ഇപ്പോൾ സ്ലിറ്റിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ഫ്രിഞ്ചസ് ആണ് ഫോം ചെയ്യുന്നത്. ബട്ട് ഇതേപോലെ ഒരു പിൻ ഹോളിൽ കൂടെയാണ് ലൈറ്റ് റേസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിന്റെ എഡ്ജസിൽ അത് എന്ത് ചെയ്യും, അത് ബെൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇതേപോലെ നമുക്ക് എയറി ഡിസ്ക് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരു സ്ലിറ്റിൽ കൂടെ ലൈറ്റ് റേസ് കടന്നു പോകുമ്പോൾ ഇറ്റ് ഫോം എ ലീനിയർ ഫ്രിഞ്ചസ്. നമ്മളൊരു പിൻ ഹോൾ പോലെ ഉള്ള ഒബ്ജക്റ്റിൽ കൂടിയാണ് ലൈറ്റ് റേസ് കടന്നു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോം എയറി ഡിസ്ക്. ഇതിന്റെ രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫ്രെസ്നൽ ആൻഡ് ഫ്രോൺഹോഫർ. ഫ്രെസ്നൽ ഡിഫ്രാക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ്, ഇതിന്റെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റും സ്ക്രീനും നിൽക്കുന്നത് ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റും അത് എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ളത്. ദിസ് ഈസ് കോൾഡ് ഫ്രെസ്നൽ, മീൻസ് സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് സ്ക്രീൻ ഇസ് ഇൻ ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും. ഫ്രോൺഹോഫറിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് ലൈറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഇതായിരിക്കും, പാരലൽ ലൈറ്റ് റേസ് ആയിരിക്കും. ഫ്രോൺഹോഫർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ രണ്ട് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസിനെ കൺവേർട്ട് ചെയ്യിപ്പിക്കാനും അത് കഴിഞ്ഞ് ഒബ്സ്റ്റക്കിളിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേസിനെ നമ്മുടെ സ്ക്രീനിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് രണ്ട് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നത്. ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് ഡിഫ്രാക്ഷൻ, ഫ്രെസ്നൽ ആൻഡ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ.